بسم الله الرحمن الرحيم. ولقد أهلكنا ما حولكم من القرى وصرفنا الآيات لعلهم يرجعون فلولا نصرهم الذين اتخذوا من دون الله قربانا آلهة بل ضلوا عنهم وذلك إفكهم وما كانوا يفترون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1765 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 46-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്കാഫിലെ 27, 28 എന്നീ 2 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أهلكنا ما حولكم من القرى وصرفنا الآيات لعلهم يرجعون فلولا نصرهم الذين اتخذوا من دون الله قربانا آلهة بل ضلوا عنهم وذلك إفكهم وما كانوا يفترون. صدق الله العلي العظيم. സൂറത്തുൽ അഹ്ഖാഫിലെ 27, 28 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അൽ അഹ്ഖാഫ് പ്രദേശത്തെ എന്ന് വെച്ചാൽ റുബുൽ ഖാലി പ്രദേശത്തെ അധിവാസികളായിരുന്ന ആദ് സമൂഹത്തെ അവരുടെ സത്യനിഷേധവും ധിക്കാരവും അനുസരണക്കേടും ഒക്കെ കാരണമായി ഭീതിജനകമായ ഒരു ദൈവിക ശിക്ഷയ്ക്ക് വിധേയരാക്കിയ കാര്യമാണ് കഴിഞ്ഞ ദിവസം പഠനവിധേയമാക്കിയ ആയത്തുകളിൽ നമ്മൾ കാണുകയുണ്ടായത്. ദൈവിക ദൂതൻ ഹൂദ് അലൈഹിസ്സലാം അവരോട് ആശയവിനിമയം നടത്തുകയും അവരുടെ സന്ദേഹങ്ങൾക്കും സംശയങ്ങൾക്കും ഒക്കെ ദൈവിക വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ള നിവാരണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തതിനെ തുടർന്നു അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊള്ളാനോ അള്ളാഹുവിൽ പങ്കുകാരെ ചേർക്കുന്നതിന് അതിൽ നിന്ന് മാറി നിൽക്കുവാനോ ഒന്നും സന്നദ്ധരാവാതെ ഹൂദ് അലൈഹിസ്സലാമിനെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹവുമായി തർക്കത്തിൽ ഏർപ്പെടുകയാണ് അവര് ചെയ്യുകയുണ്ടായത്. തങ്ങളുടെ ആരാധ്യന്മാരിൽ നിന്ന് തങ്ങളെ തെറ്റിച്ചു കളയുന്നതിന് വേണ്ടിയാണോ ഹൂദെ നീ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നീ താക്കീത് ചെയ്യുന്ന ദൈവിക നടപടി അങ്ങ് വന്നുകൊള്ളട്ടെ, അത് ഞങ്ങളുടെ കൺമുന്നിൽ സംഭവിച്ചു കൊള്ളട്ടെ എന്നാണ് അവര് ഹൂദ് അലൈഹിസ്സലാമിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയുണ്ടായത്. ഹൂദ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞത്, ദൈവികമായ താക്കീതുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരിക എന്നത് മാത്രമാണ് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യം. ഉപല്യകും മാ ഉർസിൽതു ബിഹി, എന്തൊരു സന്ദേശവുമായിട്ടാണോ ഞാൻ നിയോഗിച്ചയക്കപ്പെട്ടിട്ടുള്ളത് അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നു എന്നത് മാത്രമാണ് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യം. ഈ അദാബ് യൗമുൻ അളീം എപ്പോ സംഭവിക്കും, അത് ഏത് വിധത്തിലായിരിക്കണം,
എന്നതൊന്നും എൻ്റെ അറിവിൽപ്പെട്ടതല്ല. ഞാൻ ഉദ്ദേശിക്കുമ്പോൾ അത് നടപ്പിലാക്കാനും സാധ്യമല്ല. ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജ്ഞാനം അള്ളാഹുവിന്റെ അടുക്കലാണുള്ളത്. അത് കൈകാര്യം ചെയ്യുന്നവനല്ല ഞാൻ എന്നാണ് ഹൂദ് അലൈഹിസ്സലാം അവരോട് പറയുകയുണ്ടായത്. അതിനെ തുടർന്നാണ് അവർക്കെതിരെയുള്ള ദൈവിക നടപടി നടപ്പിലാക്കപ്പെടുന്നത്. അവര് നോക്കി നിൽക്കെ ചക്രവാളത്തിൽ കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാകുന്ന വിധത്തില് അന്തരീക്ഷത്തിൽ വലിയ ഉരുണ്ടുകൂടല് അവർക്ക് കാണാനിടയായി. ഫലമ്മ റഅൗഹു ആരിളൻ മുസ്തഖ്ബില ഔദിയതിഹിം. ആകാശത്തില് കറുത്തിരുണ്ട ഒരു മേഘക്കൂട്ടം രൂപപ്പെട്ടു വരികയും അത് തങ്ങളുടെ താഴ്വരകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുകയും ചെയ്യുന്നത് അവര് കാണാനിടയായപ്പോ അവര് പറയുകയുണ്ടായത് ഹാദാ ആരിദുൻ മുംതിറുന, ഞങ്ങൾക്ക് മഴയായി ലഭിക്കാനുള്ള കാർമേഘമാണിത് എന്നാണ് അവര് അതിനെക്കുറിച്ച് പറയുകയുണ്ടായത്. അള്ളാഹു അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഇവിടെ പറയുന്നത് ബൽ ഹുവ മസ്തഅജൽതും ബി, അങ്ങനെയല്ല, നിങ്ങൾ ഏതൊന്നിനു വേണ്ടിയാണോ ധൃതി കാണിച്ച് ആവശ്യപ്പെട്ടിരുന്നത് അത് തന്നെയാണത്. റീഹുൻ ഫീഹാ അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അടങ്ങിയിട്ടുള്ള ഒരു ശക്തമായ കാറ്റ്, കൊടുങ്കാറ്റാണത്. തുദമ്മിറു കുല്ല ശൈഇൻ ബിഅംരി റബ്ബിക, അതിന്റെ റബ്ബിന്റെ കൽപ്പന നടപ്പിലാക്കുന്ന വിധത്തിൽ സകലതിനെയും അത് നശിപ്പിച്ചു കളയും. ആ വിധത്തിലുള്ള കാറ്റാണ്. ഫഅസ്ബഹു, അങ്ങനെ അതേ തുടർന്ന് ആ ദൈവിക ശിക്ഷ നടപ്പിലാക്കപ്പെട്ടതിനെ തുടർന്നുള്ള ചിത്രം ലാ യുറ ഇല്ലാ മസാകിനു, അവരുടെ വാസസ്ഥലങ്ങളും വീടുകളും ഒക്കെ അവിടെയും ഇവിടെയൊക്കെ ചിതറിക്കിടക്കുന്ന ഒരു കാഴ്ച കാണാനായി എന്നതല്ലാതെ ആദ്യ സമൂഹത്തിൽ ഒരാൾ പോലും തലപൊക്കി നിൽക്കുന്ന ഒരവസ്ഥ അവശേഷിക്കുകയുണ്ടായില്ല. ഈ വിധത്തിലാണ് കദാലിക നജ്സിൽ ഖൗമൽ മുജ്രിമീൻ, കുറ്റവാളികളായ സമൂഹത്തെ നാം അവരർഹിക്കുന്ന പ്രതിഫലം അവർക്ക് നാം നൽകുന്നത്. ഇതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായത്. ഈ സമൂഹത്തിന് അള്ളാഹു വലിയ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. മക്കയിലെ ഖുറൈശികളെ താരതമ്യം ചെയ്യുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ ഉത്തമമായ ജീവിത സൗകര്യങ്ങള് അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതിനു പുറമെ കാര്യങ്ങൾ കേൾക്കാനും കാണാനും ആലോചിക്കാനും ഒക്കെ കഴിയുന്ന വിധത്തിലുള്ള ദൈക്ഷണികമായ കഴിവുകളും നാം അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ്. അതൊന്നും തുടർന്ന് അള്ളാഹു പറയുന്നത് അതൊന്നും അവര് പ്രയോജനപ്പെടുത്തുകയുണ്ടായില്ല. അവരുടെ കേൾവി അവർക്ക് പ്രയോജനപ്പെട്ടില്ല, അവരുടെ കണ്ണുകൾ അവർക്ക് പ്രയോജനപ്പെട്ടില്ല, അവരുടെ ആലോചനാശേഷിയും അവർക്ക് പ്രയോജനപ്പെട്ടില്ല. അവര് അള്ളാഹുവിന്റെ ആയാത്തുകളെ നിഷേധിക്കുക തന്നെയായിരുന്നു. അതിനെ തുടർന്ന് അവര് പരിഹസിച്ചു കൊണ്ടിരുന്ന ആ ശിക്ഷ അവരെ വന്ന് പൊതിയുകയും ചെയ്തു. ഇതാണ് അള്ളാഹു പിന്നീട് ആയത്തുകളിലായിട്ട് ആദ് സമൂഹത്തെ കുറിച്ച് എന്ന് പറഞ്ഞാൽ അഹ്ഖാഫ് വാസികളെ കുറിച്ച്, ഇന്നത്തെ റുബുൽ ഖാലിയുടെ ഭാഗമായ ആ വലിയ മണലാരണ്യത്തിലെ ഈ മണൽക്കുന്നുകളായി കിടന്നിരുന്ന പ്രദേശത്ത് അധിവസിച്ചിരുന്ന ആളുകളുടെ ആ പൂർവകാല ചരിത്രമാണ് അള്ളാഹുവിടെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. നിലവില് ആ പ്രദേശം വലിയ പ്രയാസകരമായ വിധത്തിലുള്ള വലിയ ഭീഷണിയാവുന്ന യാത്രികർക്കും ഒക്കെ തന്നെ വലിയ പ്രയാസമാവുന്ന വിധത്തിലുള്ള ഒരു പേടി സ്വപ്നമായി മാറിയ വിധത്തില് അത് പരിണമിച്ചിട്ടുണ്ടായത് ഈ ദൈവിക നടപടിയെ തുടർന്നാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റുബുൽ ഖാലി പ്രദേശം
വിജനമായി മാറിയത്, ജനവാസമില്ലാതെ ആയി മാറിയത് ഈ ദൈവിക നടപടിയെ തുടർന്ന് ആ പ്രദേശം ഒരു മരുഭൂമിയായി മാറുകയും ആളുകളെ സംബന്ധിച്ചിടത്തോളം നിത്യജീവിതത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത ഒരവസ്ഥയിൽ അത് പരിണമിക്കുകയും ചെയ്തത് കാരണമായിട്ടാണ് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോ ഒരു സമൂഹത്തിന്റെ കാര്യത്തിൽ അവരിലേക്ക് ഒരു ദൈവിക ദൂതനെ നിയോഗിച്ചയക്കുകയും കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കൊടുക്കുകയും ആ ദൈവിക ദൂതൻ താക്കീതുകാരനായും സന്തോഷ വൃത്താന്തം നൽകുന്നവനായും അവർക്കിടയിൽ പ്രവർത്തിക്കുകയും ചെയ്ത് കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തില് കൺവേ ചെയ്യപ്പെട്ട ഒരവസ്ഥയിലാണ് അതിനെ തുടർന്ന് അവര് നിഷേധത്തിലും ധിക്കാരത്തിലും തന്നെ തുടരാൻ നിശ്ചയിച്ച ഘട്ടത്തിലാണ് ദൈവിക നടപടി അവരുടെ കാര്യത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ പല സമൂഹങ്ങളുടെയും കാര്യത്തില് ദൈവിക നടപടി ഉണ്ടായതായി ഖുർആൻ പലയിടങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സമൂഹത്തെ ഒരു പാഠമായിട്ടാണ് മക്കയിലെ ആളുകളുടെ മുന്നിൽ അല്ലാഹു അവതരിപ്പിക്കുന്നത്. ചരിത്രത്തിൽ നിന്ന് പിന്നിട്ട കാലത്തെ ജനസമൂഹങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ഇന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചിട്ടുള്ളത് ഈ വിവരണത്തിനെ തുടർന്ന് മക്കയിലെ ആളുകളെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വിധത്തില് പറയുന്ന സംഗതികൾ അടങ്ങിയിട്ടുള്ള 2 ആയത്തുകളാണ്. വലഖദ് അഹ്ലക്നാ മാ ഹൗലക്കും, മക്കയിലെ ആളുകളോടാണ് അള്ളാഹു ഇവിടെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന ശൈലിയിൽ പറയുന്നത്. വലഖദ് അഹ്ലക്നാ മാ ഹൗലക്കും, നിങ്ങളുടെ ചുറ്റുപാടുമായുള്ള മിനൽ ഖുറ, ധാരാളം സമൂഹങ്ങളെ, ധാരാളം പ്രദേശങ്ങളെ നാം നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. വലഖദ് അഹ്ലക്നാ മാ ഹൗലക്കും മിനൽ ഖുറ, മക്കയിലെ ഖുറൈശി സമൂഹത്തെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. അവരുടെ സാധാരണ ജീവിതത്തിന്റെ ഭാഗമായി അവര് നടത്തിയിരുന്ന സഞ്ചാരങ്ങൾ, കച്ചവട യാത്രകൾ, ആ യാത്രകളുടെ ഘട്ടത്തിലൊക്കെ അവർക്ക് അവരുടെ ഇടവും വലവുമായിട്ട് കാണാൻ സാധിച്ചിരുന്ന പല അവശിഷ്ടങ്ങളും, നാഗരിക അവശിഷ്ടങ്ങളും ഉണ്ടായി. പഴയ കാലത്ത് നശിപ്പിക്കപ്പെട്ട സമൂഹങ്ങളുടെ വാസസ്ഥലങ്ങളായിരുന്നു അവ. ആദ് സമൂഹത്തിന്റെ അധിവാസ കേന്ദ്രമായിരുന്ന അഹ്ഖാഫ് പ്രദേശവും സമൂദ് സമൂഹത്തിന്റെ കേന്ദ്രമായിരുന്ന ഹിജ്ർ അല്ലെങ്കിൽ മദായിൻ സാലിഹ് പ്രദേശവും ഒക്കെ തന്നെ അവരുടെ ഈ ആവർത്തിച്ചുള്ള യാത്രകൾക്കിടയിൽ അവർക്ക് കാണാൻ പറ്റിയിരുന്ന പ്രദേശങ്ങളാണ്. പഴയ കാലത്ത് ഏതോ സമൂഹങ്ങൾ അവിടെ കഴിഞ്ഞിരുന്നു എന്നതിന്റെ അടയാളങ്ങളൊക്കെ അവര് ഇന്നും നിത്യേന എന്നോണം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സംഗതിയെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, വലഖദ് അഹ്ലക്നാ മാ ഹൗലക്കും മിനൽ ഖുറ, നിങ്ങളുടെ ചുറ്റുപാടുമായുള്ള ധാരാളം ഗ്രാമങ്ങളെ, ധാരാളം അധിവാസ കേന്ദ്രങ്ങളെ, ധാരാളം ഖറിയത്തുകളെ നാം തീർച്ചയായിട്ടും നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. വസറഫ്നൽ ആയാത്തി, അവർക്ക് നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വേണ്ട വിധത്തില് തിരിച്ചും മറിച്ചും ഒക്കെ വിശദമാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വസറഫ്നൽ ആയാത്തി, വെറുതെ അവരെ ഡേ 1 തന്നെ അങ്ങ് നശിപ്പിക്കുകയായിരുന്നില്ല. അവർക്ക് താക്കീതുകാരനായിട്ട്, സന്തോഷ വാർത്ത നൽകുന്നവനായിട്ടും ഒക്കെ ദൈവിക ദൂതൻ അവരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ദൈവിക സൂക്തങ്ങളും ദൈവിക ദൃഷ്ടാന്തങ്ങളും ഒക്കെ അവർക്ക് എല്ലാ ആംഗിളിൽ നിന്നും അള്ളാഹു വിശദമാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും അവരെ കാര്യങ്ങൾ ധരിപ്പിച്ചതിന് ശേഷമാണ് അവരുടെ കാര്യത്തിൽ നടപടി ഉണ്ടായത് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പൊ സൊറഫിനൽ ആയാത്തി, സൊറഫിനൽ ആയാത്ത് എന്ന് പറഞ്ഞാൽ, സൊറഫ എന്ന് പറഞ്ഞാല് മറിച്ച്, തിരിച്ചും മറിച്ചും ഒക്കെ വിശദമാക്കുക എന്നുള്ളതാണ്.
എല്ലാ ആസ്പെക്ട്സിൽ നിന്നും എല്ലാ ആംഗിളിൽ നിന്നും അവർക്ക് കാര്യങ്ങളെ വിലയിരുത്താൻ സാധിക്കുന്ന വിധത്തിൽ ദൈവിക സൂക്തങ്ങൾ നാം അവർക്ക് വിശദമാക്കി കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. ലഅല്ലഹും യർജിഊൻ, അവര് അവരുടെ അധികാര മനസ്ഥിതിയും അനുസരണക്കേടും നിഷേധവും ഒക്കെ കൈവിട്ട് തിരിച്ചു വന്നെങ്കിലോ എന്ന നിലക്ക്, അവര് സത്യമാർഗത്തിലേക്ക് ബുദ്ധിപരമായ സത്യസന്ധതയിലേക്കൊക്കെ തിരിച്ചു വന്നെങ്കിലോ എന്ന നിലക്കാണ് ഈ ദൈവിക ദൃഷ്ടാന്തങ്ങളൊക്കെ അവർക്ക് വിശദമാക്കി കൊടുക്കുകയുണ്ടായത്. സൊറോഫിനൽ ആയാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂക്തങ്ങളെ നാം എല്ലാ നിലക്കും പലവട്ടം പല വിധത്തില് വിശദമാക്കി കൊടുത്തു, വിശദീകരിച്ചു കൊടുത്തു എന്നതാണ്. അവരെ ഉത്ബോധിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് കാര്യങ്ങൾ വേണ്ട വിധത്തില് ബോധ്യപ്പെടുന്നതിന് വേണ്ടി ദൈവിക ദൃഷ്ടാന്തങ്ങളെ ആയാത്തുകളെ നാം അവർക്കായിട്ട് വിശദമാക്കി കൊടുക്കുകയുണ്ടായി. ഇത് ലഅല്ലഹും യർജിഊൻ, അവര് മടങ്ങിയെങ്കിലോ എന്ന നിലക്കാണ്. അവര് നടത്തിക്കൊണ്ടിരുന്ന ഈ വ്യതിചലനം അല്ലെങ്കിൽ ഈ അപഥ സഞ്ചാരം സത്യമാർഗത്തിൽ നിന്ന് തെന്നി മാറി അസത്യത്തിലേക്കും തിന്മയിലേക്കും ഒക്കെ മുന്നേറുന്ന വിധത്തിലുള്ള അവരുടെ ഈ സഞ്ചാരം മതിയാക്കി അവര് സത്യസരണിയിലേക്ക് തിരികെ വന്നെങ്കിലോ എന്ന നിലക്കാണ് അവർക്ക് ഈ ദൃഷ്ടാന്തങ്ങള് പല വിധത്തിലായിട്ട് വിശദമാക്കി കൊടുക്കുകയുണ്ടായത്. എന്നിട്ട് അള്ളാഹു ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. ഫലൗലാ നസറഹും, എന്തുകൊണ്ട് അവരെ സഹായിക്കാൻ മുതിർന്നില്ല, സഹായിച്ചില്ല. അല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ അവര് ചിലരെയൊക്കെ ആലിഹത്തുകളായിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ദൈവിക നടപടി ഉണ്ടായപ്പോ എന്തേ അവരാരും സഹായികളായി രംഗത്ത് വരാതിരുന്നത്? ഇതാണ് അള്ളാഹു ഉന്നയിക്കുന്ന ഒരു ചോദ്യം. ഫലൗലാ നസറഹും, എന്തുകൊണ്ട് അവരെ സഹായിക്കുകയുണ്ടായില്ല? ആരാണ് സഹായിക്കേണ്ടിയിരുന്നത്? അല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഖുർബാനൻ ആലിഹതൻ, അവര് ചില ആലിഹത്തുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് ഖുർബാനായിരിക്കും എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് അവരെ സമീപ്യമുള്ളവരാക്കി നിർത്തും എന്ന കണക്കുകൂട്ടലോടുകൂടി ചിലരെയൊക്കെ അവര് ആലിഹത്തുകളായിട്ട് അള്ളാഹുവിന് പുറമേയുള്ള ദിവ്യന്മാരായി ആരാധ്യന്മാരായി അവര് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവരാരും തന്നെ ദൈവിക നടപടി ഉണ്ടായപ്പോ എന്തേ ഇവരെ സഹായിക്കാൻ രംഗത്ത് വരാതിരുന്നത് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. ആദ് സമൂഹം പൂർണ്ണമായും അഹ്ഖാഫ് പ്രദേശത്ത് ഒടുങ്ങിപ്പോകുന്ന ആ സംഭവം ഉണ്ടായിട്ടും അവരുടെ അള്ളാഹുവിന് പുറമെ അവര് പൂജിച്ചിരുന്ന അവരുടെ ആലിഹത്തുകൾ, അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ഖുർബാനാകും എന്ന നിലക്കാണ് അവർ പൂജിച്ചിരുന്നത്, അവർ ആരാധിച്ചിരുന്നത്. അവരാരും എന്തേ രംഗത്ത് വരാതിരുന്നത് ഇവരെ സഹായിക്കാൻ? ഇതാണ് അള്ളാഹുവിന്റെ ചോദ്യം. അവർക്ക് ധാരാളം ആലിഹത്തുകൾ ഉണ്ടായിരുന്നു. അവർ കരുതിയിരുന്നത് അവരൊക്കെ ഖുർബാനായി തങ്ങളെ അള്ളാഹുവിനോട് അടുപ്പിച്ച് നിർത്തുമെന്നാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് ആവശ്യമുള്ളത് നേടിക്കൊടുക്കുന്ന, അവരിച്ഛിക്കുന്ന വിധത്തിലുള്ള സാമീപ്യം ഉണ്ടാക്കി കൊടുക്കുന്ന കൂട്ടരാണ് ഈ ആലിഹത്തുകൾ എന്നാണ് അവർ സങ്കല്പിച്ചിരുന്നത്. പക്ഷെ അവരൊന്നും തന്നെ ഏറ്റവും വലിയ പ്രയാസം അവർ നേരിട്ടപ്പോ, അവർക്ക് ഏറെ സഹായം ആവശ്യമുണ്ടായി വന്നപ്പോ, അവർക്കെതിരിൽ ദൈവിക നടപടി കൊടുമ്പിരി കൊണ്ടപ്പോ അവരാരും എന്തേ രംഗത്ത് വന്ന് സഹായിക്കാതിരുന്നത്? ഇതാണ് അള്ളാഹു ഉന്നയിക്കുന്ന ചോദ്യം. ഫലൗലാ നസറഹുമുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഖുർബാനൻ ആലിഹതൻ, അവർ സ്വീകരിച്ചിരുന്ന ചില ആലിഹത്തുകള് അവ ഖുർബാനാകും, അള്ളാഹുവിന്റെ അടുക്കൽ തങ്ങൾക്ക് സാമീപ്യം ഉണ്ടാക്കി തരും എന്നുള്ള കണക്കുകൂട്ടലിലാണ് അവര് അവയെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അവയൊന്നും തന്നെ
ഇവരുടെ സഹായത്തിനായി രംഗത്ത് വരാതിരുന്നത് എന്ത്? ബൽ ളല്ലൂ അൻഹും. അങ്ങനെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവയൊക്കെയും തന്നെ ഇവരിൽ നിന്ന് തെന്നി അകന്നു പൊയ്ക്കളയുകയാണ് ഉണ്ടായത്. ബൽ ളല്ലൂ അൻഹും. ലല്ല എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവുക, തിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ തെന്നി മാറിപ്പോവുക. ഇവരിൽ നിന്ന് ഇവരുടെ സഹായത്തിനായിട്ട് രംഗത്ത് വരുന്നതിന് പകരം ഇവരുടെ ആലിഹത്തുകളായി അവർ കൊണ്ടു നടന്നിരുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെന്നി മാറി പോകുന്ന ഒരു കാഴ്ചയാണല്ലോ ഉണ്ടായത്. അവരെ ആരെയും രംഗത്തേക്ക് ഓടി വരുന്നതായി, എന്നിട്ട് അതിൽ ഇടപെട്ട് ഇവർക്ക് സഹായമാകുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്യുന്നവരായി പ്രത്യക്ഷപ്പെടുകയല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്. മറിച്ചുണ്ടായത് ബൽ വല്ലൂ അൻഹും, അവരിൽ നിന്ന് ഈ ആലിഹത്തുകള് തെന്നി അകന്നു പോവുകയാണല്ലോ ഉണ്ടായത്. ഇതാണ് സംഭവിച്ചത്. ഇവര് പ്രതീക്ഷിച്ചിരുന്നത് അവര് മുഖേന തങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കല് അടുപ്പം ലഭിക്കും, അള്ളാഹുവിന്റെ സഹായവും പിൻബലവും ഒക്കെ നേടിക്കൊടുക്കും അവര് എന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടലും പ്രതീക്ഷയും. പക്ഷെ അതെന്തേ ഉണ്ടാകാതെ പോയത് എന്നതാണ് അള്ളാഹുവിന്റെ ചോദ്യം. വദാലിക ഇഫ്കുഹും വമാ കാനൂ യഫ്തറൂൻ. എന്നിട്ട് അള്ളാഹു അതേക്കുറിച്ചൊരു പ്രസ്താവന നടത്തുകയാണ്, ഒരു കമന്റ് ചെയ്യുകയാണ്. എന്താണ് പറയുന്നത്? ഇതാണ് അവരുടെ വ്യാജ നിർമ്മിതികളുടെ, അവർ ചമച്ചുണ്ടാക്കിയതിന്റെ ഒക്കെ പരിണതി. ഇതിനപ്പുറത്തേക്ക് യാതൊന്നും ഉണ്ടായിട്ടില്ല. ഈ ആളുകൾ പലതും ചമച്ചുണ്ടാക്കി, ഇത് ദൈവമാണ്, അത് ആലിഹത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. അവര് ഞങ്ങൾക്ക് സഹായികളാവും, അള്ളാഹുവിന്റെ അടുക്കൽ ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും, ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും, ഞങ്ങളെ രക്ഷപ്പെടുത്തും എന്നൊക്കെയായിരുന്നു അവരുടെ അവകാശവാദം. എന്നാൽ ഇപ്പോഴോ അവരാരും രംഗത്ത് വന്നില്ല. ഒരു വിധത്തിലുള്ള സഹായവും അവരാരും ചെയ്യാൻ സന്നദ്ധരായുമില്ല. ഇനി മനസ്സിലാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് മക്കയിലെ ആളുകളോടാണ് അള്ളാഹു ഈ ഓർമ്മപ്പെടുത്തൽ നടത്തുന്നത്. അത് മുഖേന മക്കയിലെ ആളുകള് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണെങ്കിലും അതെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വിധത്തിലാണ് പറയുന്നത്. വദാലിക ഇഫ്കുഹും, ഇതാണ് അവരുടെ വ്യാജ നിർമ്മിതികൾ. വ്യാജ നിർമ്മിതികൾ എന്നതിനേക്കാളേറെ വ്യാജ നിർമ്മിതികളുടെ പരിണതി ഇതാണ്. അവര് വ്യാജമായി പലതും സങ്കല്പിച്ചിട്ടുണ്ടാക്കിയിരുന്നു, പല പേരുകളും അവർ കൊണ്ടു നടന്നിരുന്നു. അവരൊക്കെ തങ്ങളുടെ ആലിഹത്തുകളാണ് എന്ന് അവര് സങ്കല്പിച്ചിരുന്നു. പക്ഷെ അവയുടെ കഴിവുകളെ കുറിച്ചും അവ നൽകുന്ന സഹായത്തെക്കുറിച്ചും ഒക്കെ അവര് പറഞ്ഞുകൊണ്ടിരുന്നത് കേവലം വ്യാജമായ സംസാരം മാത്രമായിരുന്നു. ഇതാണ് വദാലിക ഇഫ്കുഹും, അവരുടെ വ്യാജ നിർമ്മിതികൾ ഇവയായിരുന്നു. അല്ലെങ്കിൽ ആ വ്യാജ നിർമ്മിതികളുടെ പരിണതി. ഒരാവശ്യം ഉണ്ടാവുമ്പോഴാണല്ലോ അത് ഉപകരിക്കുക എന്നുള്ളത് അറിയാം, ഉപകരിക്കുകയോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോ ഈ വ്യാജ നിർമ്മിതികൾ അവർക്ക് ഉപകരിക്കുമോ ഇല്ലയോ എന്നത് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയത് ഈ പരിണതി കാണാൻ കഴിഞ്ഞപ്പോഴാണ്. വമാ കാനൂ യഫ്തറൂൻ, അവര് ചമച്ചുണ്ടാക്കിയതും ഒക്കെ ഈ പരിണതിയാണ് അവസാനം സൃഷ്ടിച്ചത്. യാതൊരു നിലക്കും അവർക്ക് അവരുടെ ഇഫ്തിറ ഉപകരിച്ചില്ല, അവരുടെ ഇഫ്കും ഉപകരിച്ചില്ല. ഇഫ്കും ഇഫ്തിറാവും ഒന്ന് ആശയപരമായി അവരുണ്ടാക്കിയതാണ്, മറ്റത് അവര് രൂപം തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് മനസ്സിലാക്കാം. അല്ലെ രണ്ടിനും അങ്ങനെയുള്ള അർത്ഥസൂചനകളുണ്ട് എന്നും ഉൾക്കൊള്ളാം. ഇഫ്കിനും ഇഫ്തിറാനും ഈ വിധത്തില് കാണാവുന്ന രൂപത്തിലുള്ള ഒരു സാധനം ഉരുട്ടിക്കൂട്ടി ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലും മനസ്സിലാക്കാം. ഒരു വ്യാജമായ ആശയം ഉണ്ടാക്കിയിട്ട് ആളുകളെ കേൾപ്പിക്കുകയോ അവരോട് പങ്കുവെക്കുകയോ ഒക്കെ ചെയ്യുക എന്ന നിലക്കും മനസ്സിലാക്കാം. അപ്പൊ ഇവര് വ്യാജമായി നിർമ്മിച്ചുണ്ടാക്കിയവയും അതുപോലെ വ്യാജമായി ചമച്ചുണ്ടാക്കിയതുമായ അവരുടെ ഈ ആലിഹത്തുകളുടെ അന്ത്യപരിണതി ഇങ്ങനെയായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഏറ്റവും ആവശ്യമായ ഘട്ടത്തിൽ അവരാരും ഈ ആളുകളെ തിരിഞ്ഞു നോക്കാൻ പോലും ഉണ്ടായില്ല എന്നതാണ്
പറഞ്ഞതിന്റെ ചുരുക്കം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ അഹ്ഖാഫിലെ 27, 28 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അഹ്ഖാഫിന്റെ ആ പ്രദേശത്തേക്കായി ഹൂദ് അലൈഹിസ്സലാമിന്റെ ആ സമൂഹത്തിന്, ആദ് സമൂഹത്തിലേക്കായി താക്കീതുകാരനെ നിയോഗിച്ച് അവര് അതിനോട് വളരെ ഒട്ടും സൃഷ്ടിപരമല്ലാത്ത വിധത്തിൽ പ്രതികരിച്ചതിനെ തുടർന്നുണ്ടായ ദൈവിക നടപടിയെ കുറിച്ചാണ് ഇവിടെ സംക്ഷിപ്തമായിട്ട് വിവരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സമൂഹത്തെ കുറിച്ച്, ആദ് സമൂഹത്തെ കുറിച്ച് എന്ന് പറഞ്ഞാൽ അഹ്ഖാഫ് വാസികളായിരുന്ന ആ സമൂഹത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഅറാഫില് 65 മുതൽ 72 വരെയുള്ള ആയത്തുകളിൽ, സൂറത്ത് ഹൂദില് 50 മുതൽ 56 വരെയുള്ള ആയത്തുകളിൽ, സൂറത്തുൽ മുഅ്മിനൂനില് 32 മുതൽ 41 വരെയുള്ള ആയത്തുകളിൽ, സൂറത്തു ശുഅറായില് 123 മുതൽ 139 വരെയുള്ള ആയത്തുകളിൽ, അതുപോലെ സൂറത്തുൽ അൻകബൂത്തില് 38-ാമത്തെ ആയത്തില്, അതുപോലെ സൂറത്തു ഫുസ്സിലത്തില് 15 മുതൽ 16 വരെയുള്ള ആയത്തുകളിൽ ഒക്കെ വിശദമായിട്ട് ഈ സംഭവം, ചരിത്ര സംഭവം അല്ലാഹു വിവരിക്കുന്നുണ്ട്. ആ ആയത്തുകൾ കൂടി ഇതിനോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കുമ്പോൾ ഈ ചിത്രം വളരെ പൂർണ്ണമായ വിധത്തിൽ തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.